ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഈ വേഷമൊക്കെ കണ്ടറിയാം, നമ്മളിന്ന് ഓണം ലുക്കിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു മലയാളി അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷൻ പരിപാടിയുണ്ട് ഇന്ന്. അപ്പോൾ അതിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്നാൽ പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേക്കാം. കുഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓണം. അപ്പോൾ കുഞ്ഞും ഫുൾ സെറ്റപ്പിൽ നിൽക്കുകയാണ്. ഒരു മലയാള തനിമയിലാണ് എല്ലാവരും. അസോസിയേഷൻ മറ്റേ ഇതിന് പോകുന്നതിന് മുന്നേ എടുത്തേക്കാന്ന് വിചാരിച്ചു. അതെ, ഫോട്ടോ നമുക്ക് അതിന് മുമ്പ് എടുക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പം തിരക്കായി പോയാലോ. അപ്പോൾ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കും. ഫോട്ടോ എടുത്തു തരാൻ ആരുമില്ല. നിങ്ങൾ നമ്മുടെ ക്യാമറ സ്റ്റാൻഡൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നേക്കുന്നത്. നമ്മൾ വീണ്ടും തൊട്ട് മുമ്പിലുള്ള ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം പിന്നെ എൻ്റെ കമ്മൽ കൊണ്ടുപോവാണ് ഒരാൾ. കൊച്ചു നോക്കിയപ്പോൾ മൊത്തം ഓർണമെന്റ്സ് പിടിക്കാനല്ല ഇഷ്ടംപോലെ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. എടുത്ത് നിങ്ങളെ കാണിക്കുക എങ്ങനെയുള്ളത്. ഞാനിവിടെ ക്യാമറയൊക്കെ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരവിടെ പോസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ടൈമറൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് അവിടെ പോയി നിൽക്കാനായിട്ട്. മോഡൽസ് റെഡി. അതെ. നമുക്കിനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടിക്ക് എത്തി. ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ. രാവിലെ 10 മണിക്ക് തുടങ്ങിയാണ്. പക്ഷേ നമ്മളെത്തിയപ്പം 1:30 എന്നിട്ട് നല്ല തിരക്കാണ്. സ്റ്റിൽ ആൾക്കാരൊക്കെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നല്ല മഴയായിരുന്നുകൊണ്ട് നമ്മൾ നമ്മുടെ മുണ്ടിൻ്റെയും സാരിയുടെയും പരിപാടിയൊക്കെ മാറ്റി നോർമൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നു. കോഴിക്കോട്ടിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നു നേരെ സദ്യ കഴിക്കാൻ വേണ്ടി കയറി. അവിടെ വന്നു. ശരിക്കും പറഞ്ഞാൽ സംഭവങ്ങളൊക്കെ സദ്യയും കാര്യങ്ങളൊക്കെ കഴിയാറായിരുന്നു. ഞങ്ങളാണ് ഏറ്റവും അവസാനം ഇരുന്നത് കേട്ടോ. സോയിക്കോട്ടിൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പയ്യെ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ സദ്യയൊക്കെ കഴിച്ചു തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. തണുപ്പും കാറ്റും മഴയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു. അതേ ഒരാളവിടെ പായസമൊക്കെ കുടിച്ചിരിക്കുന്നു. പിന്നെ ആ സമയത്ത് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും നല്ല സൂപ്പർ പരിപാടിയായിരുന്നു. അങ്ങനെ ഒരാൾ പായസം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും എൻ്റെ പായസം പിന്നെ എടുത്തിട്ട് പോയിട്ട് വീണ്ടും എൻ്റെ പായസം കൂടി കുടിച്ചിട്ടാണ് ഒരാൾ അവിടെ നിന്ന് പോകുന്നത്. സോയിക്കോട്ടൻ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്ര ആൾക്കാരെയൊക്കെ കണ്ടതിൻ്റെ നല്ലൊരു സന്തോഷത്തായിരുന്നു കേട്ടോ. അപ്പം അടിപൊളി പരിപാടിയായിരുന്നു. നമ്മൾ സദ്യയൊക്കെ കഴിച്ച് അവിടെ നിന്ന് കൂടെ ഇറങ്ങി. കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വെച്ചിട്ട് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവസാന പന്തിയിലായിരുന്നു അല്ലേ. അതെ. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ ആ ഓഡിറ്റോറിയം കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊരു ആൾക്കാരായിരുന്നു അല്ലേ. നമ്മുടെ കേരളത്തിലല്ലാഞ്ഞിട്ട് പോലും ഇത്രയും സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കിയല്ലോ. അത് തന്നെ വലിയ കാര്യം. നല്ല സൂപ്പർ പരിപാടിയായിരുന്നു. പിന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു. എല്ലാവരും ഒന്ന് അവരോടൊക്കെ സംസാരിക്കാൻ പറ്റി. ഭയങ്കര സന്തോഷമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ എന്താണ് നമുക്കൊന്നും പറയാനില്ലേ. അടിപൊളിയായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. നല്ലൊരു ഓണം. പക്ഷെ വെതർ മാത്രം അത്ര പോരായിരുന്നു. ചൂടുന്ന ഇത്രയും ദിവസങ്ങളിലൊക്കെ നല്ല വെതറായിരുന്നു. ഇന്നായിരുന്നു ഇച്ചിരി മോശം വെതർ. പുറത്ത് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇറങ്ങി നിൽക്കാനും ആൾക്കാരൊക്കെ കാണാനൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു. എനിക്ക് സാരി കൊടുത്ത് വരണമെന്നുണ്ടായിരുന്നു. തണുപ്പ് കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ കൊള്ളാം. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. അത്രയും സെറ്റ് ചെയ്തല്ലോ. ഒരാൾ ഇച്ചിരി അലമ്പാൻ തുടങ്ങി. കുഞ്ഞിനെ ഇടിക്കാൻ പറ്റിയില്ല. നല്ല തണുപ്പായോണ്ട്. അതെ. അങ്ങനെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.